ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ഓം ബ്രഹ്മാനന്ദരസാനുഭൂതികലതൈ പൂതൈ സുശീതൈ സിതൈ യുഷ്മദ്വാഖലശോജ്ജിതൈ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവതേ ക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. ഹരി ഓം. ഇന്നത്തെ വിഷയം പുരഞ്ജന ഉപാഖ്യാനമാണ്. 4-ാം സ്കന്ധം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ വിഷയങ്ങളെ പുരസ്കരിച്ചാണ് വസ്തുതകൾ വിസ്തരിക്കുന്നത്. ഇതിൽ മോക്ഷ സംബന്ധിയായ ചർച്ചയാണ് പുരഞ്ജനോപാഖ്യാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ അധ്യായങ്ങൾക്കും മോക്ഷപ്രകരണം എന്ന് പേര് നൽകിയിട്ടുണ്ട്. പൃഥു വംശത്തിൽ പ്രാചീന ബർഹിസ് എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഇദ്ദേഹം കർമ്മകാണ്ഡ കുശലനായിരുന്നു. കിഴക്കോട്ട് ദർഭ വിരിച്ച് ഏതു സമയത്തും യാഗാദി കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രാചീന ബർഹിസ് എന്ന് ഇദ്ദേഹത്തെ വിളിച്ചതത്രേ. ഇദ്ദേഹത്തിൻ്റെ ഈ കർമ്മ വിഷയത്തിലുള്ള ആസക്തിയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീ നാരദ ഋഷിക്ക് വലിയ കരുണ തോന്നി. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നാരദ ഋഷി പ്രാചീന ബർഹിസിനെ സമീപിച്ച് ഒരു ദിവസം ചോദിച്ചുത്രേ, ആളുകൾ
പ്രാകൃതന്മാരെ പോലെ വസ്തുതകൾ അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രകൃതം ഉണ്ട്. അങ്ങ് ആ ഗണത്തിൽ പെടുന്നുവോ? മനുഷ്യജന്മത്തെ സഫലമാക്കുന്നതിന് വഴി അറിയുന്നുണ്ടോ അങ്ങേക്ക്? പരമമായ ശാന്തിയുടെയും സുഖത്തിൻ്റെയും ശരിയായ ഉപാധി അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അനേക കാലമായി യാഗാദി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഏറെക്കുറെ തത്വജിജ്ഞാസ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു പ്രാചീന ബർഹിസിൽ. അദ്ദേഹം പറഞ്ഞു, ഹേ നാരദ ഋഷേ, യാഗശാലകളിൽ ഉയർന്നു പൊന്തുന്ന ഹോമാഗ്നി കണ്ണുകളെ മറയ്ക്കുന്നത് പോലെ എൻ്റെ കണ്ണുകളും കർമ്മവിഷയത്തിലുള്ള ആസക്തി കാരണം മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സുഖത്തിൻ്റെ യഥാതഥമായ വഴി സത്യം പറയട്ടെ എനിക്കറിയില്ല. അങ്ങെനിക്ക് അക്കാര്യം ഉപദേശിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ശ്രീ നാരദർ പ്രത്യേക ഒരു ദർശനം, വളരെ ഭീകരമായ ഒരു കാഴ്ച പ്രാചീന ബർഹിസിന് നൽകി. എന്താ കാഴ്ച? അനവധി യാഗങ്ങളിലായിട്ട് ഈ പ്രാചീന ബർഹിസ് കൊല ചെയ്ത മൃഗങ്ങളെ മുഴുവൻ കൊമ്പും കുളമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന കാഴ്ച. ഇത് കണ്ടപ്പോൾ ഭയന്ന് വിവശനായ പ്രാചീന ബർഹിസ് ചോദിച്ചു, എന്താ ഞാനീ കാണുന്നത്? അങ്ങ് മഹാരാജാവാണ്, പക്ഷേ ഒട്ടനവധി മൃഗങ്ങളെ യാഗത്തിൻ്റെ പേരിൽ അങ്ങ് കൊല ചെയ്തിരിക്കുന്നു. ആ മൃഗങ്ങളെയൊക്കെയാണ് അങ്ങിപ്പോൾ കാണുന്നത്. ആ മൃഗങ്ങളൊക്കെ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇതോടുകൂടി അത്യന്തം പരവശനായിപ്പോയി പ്രാചീന ബർഹിസ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മോചന ഉപായം ഉപദേശിച്ചു തരണം ഹേ ഗുരു. ഇതിന് മറുപടിയായിട്ട് ശ്രീ നാരദർ പറഞ്ഞ കഥയാണ് പുരഞ്ജന ഉപാഖ്യാനം. പുരഞ്ജനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അജ്ഞാതനാമാവായ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മാനസ സരസിൽ സന്തുഷ്ടരായി കഴിഞ്ഞു വന്നു. ഇടക്കാലത്ത് ഇവർക്ക് സ്ഥാനമില്ലാതെയായി. ഈ സമയത്ത് തനിക്ക് പറ്റിയ ഒരു കൊട്ടാരം വേണം എന്ന കൊതിയുമായി പുരഞ്ജനൻ ഇറങ്ങിത്തിരിച്ചുത്രേ. അങ്ങനെ ഹിമവാന്റെ തെക്ക് ഭാഗത്ത് അതിവിശിഷ്ടമായ ഒരു കൊട്ടാരം കണ്ടെത്തി. കൊട്ടാരത്തിലെ ദുർലഭങ്ങളായ കാഴ്ചകൾ കണ്ട് നടക്കുന്ന രാജാവ് യാദൃച്ഛികമായിട്ട് അവിടെ ഒരു അതിസുന്ദരിയായ സതീരത്നത്തെ സ്ത്രീയെ ഭടന്മാരോടും അതുപോലെ ഒരു ശക്തനായ കാവൽക്കാരൻ സർപ്പത്തോടും, ഈ സർപ്പത്തിന് 5 തലയുണ്ട്, കണ്ടു. മഹാരാജാവിന് ഈ കാഴ്ച കണ്ടതോടെ വല്ലാത്ത ഒരു ആകർഷണവും ആവേശമൊക്കെ വന്നു. ഈ
സുന്ദരിയോട് ചോദിച്ചു, നീ ആരാണ്? ഈ കൊട്ടാരം ആരുടേതാണ്? സുന്ദരി മറുപടി പറഞ്ഞു, ഈ ചോദ്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല. ഇപ്പം എന്താ വേണ്ടത്? അതെ, എന്നെ വിവാഹം കഴിക്കാനാണെങ്കിൽ സമ്മതം. എൻ്റെ പേര്, അങ്ങനെ എനിക്ക് പേരൊന്നുമില്ല. ഈ കൊട്ടാരത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, ഇതെൻ്റെ കൊട്ടാരമാണ്, ഇവിടെ വസിക്കാം. മഹാരാജാവിന് വളരെ സന്തോഷമായി. ഇങ്ങനെ പുരഞ്ജൻ്റെ പത്നി എന്നുള്ള നിലയിൽ പുരഞ്ജനി എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ തീരുമാനമായി. അതോടുകൂടി ഈ സ്ത്രീക്ക് പേര് വന്നു, പുരഞ്ജനി. പുരഞ്ജനിയുമായിട്ട് രാജാവ് വളരെ സുഖമായി സകല ഭോഗങ്ങളും ആസ്വദിച്ച് അവിടെ കഴിയുന്ന ചിത്രം ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ചിട്ടുണ്ട്. വിശേഷമായി പറഞ്ഞ വസ്തുതകളെയൊന്നും ഇപ്പോൾ എണ്ണി പറയുന്നില്ല. ചിലത് നമുക്ക് ഒടുവിൽ കണ്ട് സാമാന്യമായി മനസ്സിലാക്കാം. വിശേഷമായി ഈ പ്രകരണത്തെ വിസ്തരിച്ച് പഠിക്കുന്നത് ജീവിതത്തെ ആകത്തുകയിൽ നോക്കിക്കാണാനും ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിയാനും അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ വഴി കണ്ടെത്തുന്നതിനുമൊക്കെ വളരെ മേൽ സഹായിക്കും. ശ്രീമദ് ഭാഗവതത്തെ എങ്ങനെ സമഗ്രമായി സമീപിക്കണം എന്ന പാഠം ഭംഗിയായി ധ്വനിപ്പിക്കുന്ന പ്രകരണമാകുന്നു പുരഞ്ജന ഉപാഖ്യാനം. സമയപരിധിയിൽ നിന്നുകൊണ്ട് പറയണം എന്നുള്ളതിനാൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആലങ്കാരികമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ വസ്തുതകളെയും ഇവിടെ ഈ കൊട്ടാരം, പരിസരം, മറ്റ് വിശേഷ വിഭവങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ വിസ്തരിക്കുന്നുണ്ട്. അത് ആലങ്കാരികമായി ചെയ്യുന്നതാണ്, ആലോചനാമൃതമാണ്. പല ആചാര്യന്മാരും പറയുന്നത് പുരഞ്ജനോപാഖ്യാനം എങ്ങനെ വിചാരം ചെയ്ത് മനസ്സിലാക്കുന്നുവോ അതുപോലെ ഭാഗവതത്തിലെ മുഴുവൻ പാഠങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ചിലയിടത്ത് മാത്രമേ ഈ ഭാഷ ഒരു ഭാഗത്ത് പ്രയോഗിച്ച് മറുഭാഗത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് ഭാഗവത മാഹാത്മ്യത്തിൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ അബ്സ്ട്രാക്റ്റായിട്ടുള്ള വസ്തുതകളെ മൂർത്തത നൽകിയിട്ട് ഒരു സുന്ദരിയായ സ്ത്രീയുടെയും രണ്ട് വൃദ്ധന്മാരുടെയും ചിത്രമായിട്ട്, എന്നിട്ട് പറഞ്ഞു വരുന്നതോ ഞാൻ ഇവരുടെ അമ്മയാണ് എന്ന്, ഇത് എൻ്റെ കുട്ടികളാണ്. ഇതൊക്കെ അത്ഭുതകരമായി തോന്നും. അപ്പം വളരെ അബ്സ്ട്രാക്റ്റായിട്ടുള്ള കാര്യത്തെ കഥാരൂപത്തിൽ, ആഖ്യാന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മാഹാത്മ്യം തൊട്ട് അന്ത്യം വരെ പറഞ്ഞ പല വസ്തുതകളിലും ഈ അമൂർത്തമായ മൂല്യങ്ങൾക്കും തത്വ വസ്തുതകൾക്കും മൂർത്തഭാവം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അത്രേ. ഇതിനൊക്കെ ഗുരുകാരുണ്യവും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും തന്നെ വേണം. നമുക്കിങ്ങനെ കഥകൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അനുഗ്രഹം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വാഗ്ദാനവും. ഇവിടെ ദിനം പ്രതി പുരഞ്ജനന് പുരഞ്ജനിയിൽ ആസക്തിയേറി വന്നു എന്നും ഭോഗങ്ങൾ ഭംഗിയായി ആസ്വദിച്ച് അവർ നാളുകൾ തള്ളി നീക്കി എന്നും ആണ് കഥ. വിപ്രലബ്ധോ മഹിഷ്യൈവം സർവപ്രകൃതിവഞ്ചിതഃ
നേച്ഛൻ അനുകരോതി അജ്ഞാ ക്ലൈബ്യാത് ക്രീഡാമൃഗോ യഥാ. എപ്രകാരമാണോ ക്രീഡാമൃഗം, ക്രീഡാമൃഗം എന്ന് പറഞ്ഞാൽ ഈ തെരുവിലൊക്കെ പോകുന്ന ചിലരിങ്ങനെ കൊണ്ടു നടക്കണ കുരങ്ങന്മാരില്ലേ, അവർ കുരങ്ങന്മാരെ കൊണ്ട് കളിപ്പിക്കുന്നു, എന്നിട്ട് കാശൊക്കെ സമ്പാദിക്കും. അപ്പം ഈ കുരങ്ങന്മാർ ഇവരുടെ കൂടെ എങ്ങനെ ചരിക്കുന്നു എന്നാണെങ്കിൽ ക്രീഡാമൃഗവത്, ക്രീഡാമൃഗമാണ്. ഇപ്രകാരം ഈ പുരഞ്ജനൻ പുരഞ്ജനിയുടെ ക്രീഡാമൃഗമായി മാറിയെന്ന. ഇവർ തമ്മിലുള്ള താതാത്മ്യത്തെ, പാരസ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചിരിക്കുമ്പോൾ ചിരിക്കും, കരയുമ്പോൾ കരയും, നടക്കുമ്പോൾ നടക്കും എന്നിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവശമായി കഴിയുന്നു. ഒരിക്കൽ ഈ മഹാരാജാവ് നായാട്ടിന് പോയ കഥയുണ്ട്. നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ പുരഞ്ജനി പിണങ്ങിയിരിക്കണു. പിന്നെ പിണക്കമൊക്കെ തീർത്ത് സ്വസ്ഥമാക്കി കൊണ്ടുവരാൻ വളരെ പ്രയത്നിച്ചു എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അനവധി പുത്രന്മാരുണ്ടായി. ഈ സമയത്ത് അനവധി കാലമായി രാജാവിനെതിരെ യുദ്ധം ചെയ്തു വന്ന ശത്രുവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ശത്രുവിന് കരുത്ത് വളരെ കൂടി വന്നുത്രേ. ഏതാ ഈ ശത്രു? ചണ്ഡവേഗൻ എന്ന ഒരു ഗന്ധർവനാകുന്നു ശത്രു. നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് 360 ബലവാന്മാരായ സൈന്യം ഉണ്ടായിരുന്നു. ബലവാന്മാരായ സേനകൾ അല്ലെന്താണ് സൈനികരുള്ള ഒരു സൈന്യമുണ്ടായിരുന്നു ചണ്ഡവേഗന്. ഇവർക്ക് അത്ര തന്നെ ഭാര്യമാരും ഉണ്ടായിരുന്നു. കറുത്ത നിറത്തിലും വെളുത്ത നിറത്തിലുള്ള സ്ത്രീകൾ ഭാര്യമാരായിട്ടും ഉണ്ടായിരുന്നു. തുടങ്ങിയ മുതൽ പുരഞ്ജനനീ നവമുഖി എന്ന പുരം, ആ പുരത്തിന് പേര് നവമുഖി എന്നാണ്. വലിയ കൊട്ടാരം പറഞ്ഞില്ലേ, കൊട്ടാരത്തിന് പേര് നവമുഖി എന്നാണ്. ഈ കൊട്ടാരത്തിൽ എത്തിയ നാള് തൊട്ട് ചണ്ഡവേഗൻ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഈ യുദ്ധത്തെ ചെറുത്തു നിന്നുകൊണ്ടിരുന്നു 5 തലയുള്ള സർപ്പം. പക്ഷേ എത്ര കാലാച്ചിട്ടാ. ഇതിനിടയിൽ വേറൊരു യവനൻ, ഈ യവനനെ ഒരു സ്ത്രീ വന്ന് പ്രാപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവായിരിക്കണം. ആ യവനനെ പ്രാപിച്ച സ്ത്രീ കാലകന്യകയായിട്ടുള്ള ദുർഭഗയാണത്രേ. പറഞ്ഞു, എൻ്റെ ഭർത്താവാക്കണം, എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. അപ്പം ഈ യവനൻ ഇവരെ കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് പ്രജ്വരൻ എന്ന ഒരു സഹോദരനുണ്ട്, നീ എൻ്റെ സഹോദരിയായിട്ടിരിക്കുക. പറ്റിയ ഭർത്താവിനെ ഞാൻ കാലം വരുമ്പോൾ കാണിച്ചു തരാം. അവരെയും കൂട്ടത്തിൽ കൂട്ടി. ഇത്രയുമായപ്പോഴേക്കും സർപ്പത്തിൻ്റെ ശേഷി വളരെ കുറഞ്ഞു. അത് പ്രമാണിച്ച് ചണ്ഡവേഗൻ ചെന്ന് ആക്രമിച്ചു. യവനനും കൂടെ കൂടി, പ്രജ്വരനും ദുർഭഗയും വന്നു. യുദ്ധം തകൃതിയായിട്ട് പുരോഗമിക്കുമ്പോൾ ഈ യവനൻ കാണിച്ചു കൊടുത്തു, ദാ ഇവനാണ് നിനക്ക് ഞാൻ ഭർത്താവായിട്ട് കൽപ്പിച്ച ആള്. ഉടനെ ദുർഭഗ കൊണ്ടുപോയിട്ട് മാലയിട്ടു. എന്തിനധികം ഈ രാജാവിന് എല്ലാ പ്രകാരത്തിലും ദൗർഭാഗ്യമായി. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനി പുരഞ്ജനഃ
അവാപോരുവിധം സ്ഥാപൻ കുടുംബീ മമതാകുലഹ. മമത കൊണ്ട് എപ്രകാരമാണോ നമ്മളൊക്കെ വിഷമിക്കുന്നത്, അതുപോലെ ഈ കാലത്ത്, അവസാന കാലത്ത് മമത കൊണ്ട് പുരഞ്ജനിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ചു. ഇതിനിടയിൽ ഈ ചണ്ടവേഗൻ പിടിച്ച് പുറത്തിട്ടിരിക്കുന്നു. പ്രജ്വരനും യവനൊക്കെ ബാധിച്ചു, ദ്രോഹിച്ചു, കൊല്ലപ്പെട്ടു. ഇതിന് ശേഷം ഈ പുരം കത്തിച്ചു കളഞ്ഞു. എല്ലാവരും കൂടി നരകയാതന അനുഭവിച്ച് അവസാന കാലത്ത് പുരഞ്ജനിയെ ഓർത്ത് മരിച്ചതുകൊണ്ട് ഈ പുരഞ്ജനൻ വിദർഭ രാജാവിൻ്റെ മകളായിട്ടുള്ള വിദർഭിയായിട്ട് പിറന്നു. യാമതി സാഗതി. അവസാന കാലത്ത് എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ഇരിക്കും ഗതീന. അവസാന കാലമാകുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് എന്നും ആചാര്യന്മാർ താക്കീത് ചെയ്യുന്നു. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, അന്ധകാലേപി ച മാമേവ. അന്ധകാലത്തിലും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അന്ധകാലത്തിലും സാധിക്കണമെങ്കിൽ ഇന്ത കാലത്തിലേ തുടങ്ങണം, ഇപ്പോഴേ തുടങ്ങിയാലേ പറ്റുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. ഇനി മരണസമയത്ത് മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് പലതും മാറ്റിവെക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട്. ഒന്നാലോചിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ മരിക്കണ ഒരു അവസ്ഥ തന്നെ ഉണ്ട്. ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ട് മരണപ്രായം തന്നെയല്ലേ. അതുകൊണ്ട് നിത്യവും ഇത് ശീലിക്കാവുന്നതാണ്. ശോഭന ചിന്തയുമായിട്ട് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഉണരുമ്പോൾ ആ ചിന്ത ആദ്യം ഉണ്ടാവും. പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. കിടന്നുറങ്ങുന്ന സമയത്ത് അവസാന ചിന്ത ഏതാണോ നാം സൂക്ഷിക്കുന്നത് അതാവും ഉണരുമ്പോൾ ആദ്യ ചിന്തയായിട്ട് വരിക. ഇത് അനസ്തേഷ്യ മുതലായിട്ടുള്ള കാര്യത്തിലും പലരും അനുഭവിച്ചിട്ടുണ്ട് അത്രേ. ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുമല്ലോ. എന്നിട്ട് അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ എണ്ണാൻ പറയും. അങ്ങനെ അങ്ങോട്ട് ബോധം കെടും അത്രേ. സ്വാമിക്ക് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല ബോധക്കേട്. ഈ ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം തെളിയുമ്പോൾ ആ ഒരു കാര്യം ഓർമ്മിച്ചിട്ടാണ് വരിക. കേട്ടില്ലേ? ഈ ബ്രഹ്മാവ് മറച്ചു വെച്ച കുമാരന്മാര് തിരിച്ച് വന്നുല്ലോ. വന്നപ്പോഴും അവർ ആദ്യം ചോദിച്ചത് അല്ല ഊണ് കഴിക്കണ്ടേന്നാണ്. കാരണം ആ സമയത്താണല്ലോ ഡിസപ്പിയർഡായത്. ഓക്കെ, അപ്പം എന്താണോ അവസാന ചിന്ത. അതുകൊണ്ട് ദിവസവും നമുക്ക് ശുഭചിന്തയോടെ കിടന്ന് ശുഭചിന്തയോടെ ഉണരാം. അപ്പോഴേ സുപ്രഭാതം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ സുപ്രഭാതം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ സ്വാമിക്ക് ഒരു രസകരമായ സംഭവം ഉണ്ടായത് പറയാം. കാലത്ത് മെസ്സേജ് അയക്കുമ്പോഴേ മൊബൈലിൽ ഇന്ന് അതിൻ്റെ കാലമാണല്ലോ. അപ്പം കാലത്തിനനുസരിച്ച് കാലത്ത് മെസ്സേജ് അയക്കുമ്പോൾ സുപ്രഭാതം എന്നെഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതി. ഇത് കിട്ടിയ ഒരാൾ വായിച്ചത് സൂപ്പർ അബദ്ധം. സുപ്രഭാതം വായിച്ചു സൂപ്പർ അബദ്ധം. അത് വളരെ ചിന്തനീയമായി. അപ്പൊ ശോഭന ചിന്തയോടെ കിടന്നാൽ സുപ്രഭാതം, അല്ലെങ്കിലോ സുപ്രബദ്ധവും. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. പുരഞ്ജനൻ വൈദർഭിയായി. ഈ വൈദർഭിയെ മലയധ്വജൻ എന്ന ഒരു സജ്ജനമാണ് വിവാഹം കഴിച്ചത്.
ഒരു പെൺകുട്ടിയും 7 ആൺകുട്ടികളൊക്കെ പിറന്നു. മലയധ്വജൻ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞപ്പോൾ നിശ്ചയിച്ചു, ഇനി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കണേൽ കാര്യമില്ല, ഇറങ്ങിപ്പോണം, തത്വചിന്ത നടത്തണം. തപസ്സുമായിട്ട് ഇറങ്ങിപ്പോയി, ഭാര്യ പിറകെ പോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രായമായി ആള് മരിച്ചു. മരിച്ച സമയത്ത് ഈ വൈദർഭിക്ക് വലിയ സങ്കടമായി. ചിത കൂട്ടി ഭർത്തൃ ശവശരീരം ചിതയിലേക്ക് എടുത്തു വെച്ച്, എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്നിങ്ങനെയൊക്കെ വിലപിച്ചു. ആർക്കും വിയോഗ ദുഃഖം അസഹനീയമായി തന്നെ തോന്നും. പക്ഷേ ഇത്തരം ചില വസ്തുതകൾ സ്വീകരിച്ചേ തീരൂ. മറിച്ചായാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. സ്വാമി പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മരിച്ച് കിടക്കണ സമയത്ത് അടുത്തിരുന്ന് കരയണവർ അവരുടെ സങ്കടങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്തിട്ട് പറയും, ഇല്ല മരിച്ചിട്ടില്ല, എണീക്കൂ. ആ സമയത്ത് അങ്ങോട്ട് എണീറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ വീഴും കുലുക്കിയാള്. ഇത് സ്വീകരിച്ചേ തീരൂ. അപ്പൊ ഇവള് വിലപിച്ച് ദുഃഖം സഹിക്ക വയ്യാതെ ചിതാഗ്നിയിലെടുത്ത് ചാടാൻ പോയി ഇത്രേ. ഈ സമയത്ത് അജ്ഞാതനാമാവായ സുഹൃത്ത്, കഥയുടെ കണ്ണി അറിയെങ്കിലേ ആളെ മനസ്സിലാവുള്ളൂ. അജ്ഞാതനാമാവായ സുഹൃത്ത് ഓടി വന്നു. ഓടി വന്നിട്ട് സ്വാമി ഇങ്ങനെ ചെറുപ്പക്കാരോട് സംസാരിച്ച് അവർക്ക് വേണ്ടി പല മസാലയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ വിരോധാവില്ലല്ലോ അല്ലേ? ഈ അജ്ഞാതനാമാവായ സുഹൃത്ത് വന്നിട്ട് ചോദിച്ചത് എന്താ? ഓർമ്മയുണ്ടോ ഈ മുഖം? കാത്വം കസ്യാസി കോവായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഖായം മാം യേനാഗ്രേ വിചചരഥഃ. പണ്ട് നമ്മൾ ഒന്നിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? നീ ആരാ എന്നാ വിചാരം? ഈ കിടക്കണത് ആരാന്നാ വിചാരം? നീ അറിയില്ല, നമ്മൾ ഒന്നിച്ചായിരുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഈ വൈദർഭിക്ക് ഒന്നും പിടികിട്ടിയില്ല. കേട്ടില്ലേ? ഒന്നും പിടികിട്ടിയില്ല. ആളിങ്ങനെ ആലോചിക്കുക, ഇതാരാണാവോ, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നണില്ലല്ലോ. കാര്യമായിട്ട് ആലോചിച്ചു. ഇത് വായിച്ച സമയത്ത് സ്വാമിക്ക് ഭഗവത്പാദരുടെ, ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകം ഓർമ്മ വന്നു. 2 ശ്ലോകങ്ങളുണ്ട്. ഒന്ന് തുടക്കത്തിലും ഒരു ക്രമാനുസരിച്ച്, മറ്റൊന്ന് അവസാന ഭാഗത്തുമാണ്. എന്താ ശ്ലോകം? ഒന്നാമത്തെ ശ്ലോകം, കാതേ കാന്ത കസ്തേ പുത്രഃ സംസാരോയം അതീവ വിചിത്രഃ കസ്യത്വം കഹ കുത ആയാതഃ. ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ തത്വം ചിന്തയാ എന്നാണ് ശങ്കരാചാര്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താകുന്നു? തത്വചിന്തയാകുന്നു. എന്താ തത്വം എന്ന് പറഞ്ഞാൽ? തത്വം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ ഭഗവത്ഗീത ഭാഷ്യത്തിൽ ഒരിടത്ത് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്, തദിതി സർവനാമ സർവം ച ബ്രഹ്മ ബ്രഹ്മണഃ ഭാവം തത്വം. തത് എന്ന് പറഞ്ഞാൽ സർവനാമമാണ്. സർവം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ ഭാവം, തസ്യ ഭാവം തത്വം, ബ്രഹ്മണഃ ഭാവം തത്വം. തത്വചിന്തയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ചോദ്യങ്ങൾ ചോദിക്കണം. എന്ത് ചോദിക്കണം? ആരാ എൻ്റെ ഭാര്യ? ആരാണ് എൻ്റെ മകൻ?
ആരുടേതാണ് ഞാൻ? ഞാൻ ആരാ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാകുന്നു തത്വചിന്ത. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മിൽ നിരന്തരം ഉണർന്നു വരുന്ന ഒരു ചിന്തയാണ് ഞാൻ. ആ ഞാനിൻ്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും പിടികിട്ടും. അതുകൊണ്ടാണ് ഈ ചിന്തയെ തത്വചിന്ത എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു തന്നിരിക്കുന്നത്. അവസാന ഭാഗത്ത് വീണ്ടും ചോദിക്കുന്നു, കസ്ത്വം കോഹം കുത ആയാതഃ കാമേ ജനനീ കോമേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. As far as this world is concerned, ഈ ലോകം വാസ്തവത്തിൽ എന്താണ്? ശങ്കരാചാര്യ പറയണു, സ്വപ്ന വിചാരം. ഇറ്റ് ഈസ് ഓൺലി എ ഡ്രീം. ഇത് വെറും സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്ന വിചാരം ഉപേക്ഷിക്കൂ. എന്നിട്ടോ ഗൗരവമുള്ള എന്തെങ്കിലും ആലോചിക്കൂ. എന്താ ഗൗരവമുള്ളത്? നീ ആരാ? ഞാനാരാ? എവിടെ നിന്ന് വന്നു? ആരാ അച്ഛനും അമ്മയും എന്നൊക്കെ ആലോചിക്കൂ. ഈ വക ചിന്തനങ്ങളൊക്കെ തത്വചിന്തയാകുന്നു. ഇവിടെ അജ്ഞാതനാമാവായ സുഹൃത്ത് വൈദർഭിയുടെ അടുത്ത് വന്നിട്ട് ഈ വക ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ടോ അഭിസ്മരസി ചാത്മാനം അവിജ്ഞാതസഖം സഖേ ഹിത്വാമാം പദമന്വിച്ഛന് ഭൗമഭോഗരതാഗത. നീ ഭൗമഭോഗരതാഗത. ഭൂമിയിൽ ലഭ്യമായ രതി സന്തോഷങ്ങൾക്കായിക്കൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോയതാ. ആക്ച്വലി വി വെർ ലിവിങ് ടുഗദർ ആൻഡ് വെരി ഹാപ്പിലി. വളരെ സന്തോഷമായിട്ട് നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞതായിരുന്നു, അറിയോ? എന്നിട്ടോ നീ അവിടുന്ന് അത് മറന്നുപോയിട്ട് നീ ഭൂമിയിലേക്ക് വന്നു. ഇത് തന്നെയാണ് സീതാദേവിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ചിന്മയാനന്ദ സ്വാമിജി രാമായണം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സാക്ഷാൽ ആത്മതത്വമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയും ചിന്തിക്കുമ്പോൾ എല്ലാം ക്രമീകരിക്കാൻ പറ്റും. ശ്രീരാമചന്ദ്രജി സാക്ഷാൽ ആത്മാരാമൻ. സീതാദേവി ഈ ആത്മാരാമനോടൊപ്പം ആനന്ദമായിട്ട് കഴിയുന്നു. അതിനിടയ്ക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കമേഴ്സ്യൽ ബ്രേക്ക്. എന്താ അത്? വളരെ സന്തോഷമായിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മാൻ വന്നു പറയുക. അപ്പോഴേക്കും കമേഴ്സ്യൽ ബ്രേക്കായി. കുറച്ചുകൂടി അർത്ഥസ്ഫൂർത്തി ഉണ്ടാവണമെങ്കിൽ കമേഴ്സ്യൽ ബ്രേക്ക് എന്നുള്ളത് കാമേഴ്സ്യൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മതിയാവും. കാമം വന്നു എന്ന് സാരം. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, ഗോൺ അല്ലേ? ഭർത്താവെ പരമാനന്ദ സ്വരൂപമായിട്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ മാനിലേക്ക് തെന്നിപ്പോയി, കമേഴ്സ്യൽ ബ്രേക്ക്. പക്ഷേ സീതാദേവി പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്തു. എന്ത്? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഉടനെ തിരിച്ചറിഞ്ഞു. എന്നിട്ടോ പിന്നെ തുടങ്ങി രാമ 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 രാമ. റൈറ്റ്? അതുകൊണ്ടാണ് അശോകവനിയിൽ ഇരിക്കാൻ പറ്റിയത് എന്ന് പറയാം. അപ്പോ രാമൻ പോയാൽ അവിടെ കാമം വരും. അങ്ങനെയല്ല, കാമം വന്നാൽ രാമൻ പോയേ തീരൂ. പിന്നെ ആര് വരണം? രാവണൻ വരണം. ആരാ രാവണൻ? 10 ഇന്ദ്രിയങ്ങളെയും ബഹിർമുഖമായി വെച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് അജ്ഞാതനാമാവായ സുഹൃത്തിനെയും വെടിഞ്ഞ് ഈ പുരഞ്ജനൻ പോന്നത്. ഇപ്പൊ വൈദർഭിയായിട്ട് ഇരിക്കും. ചിത്രം മനസ്സിലായില്ലേ? നീ ലോകരതി ഉദ്ദേശിച്ച് ഇറങ്ങിപ്പോന്നതാ. നമ്മൾ സുഹൃത്തുക്കളായിരുന്നു.
ഹിത്വാമാം പദമന്വിച്ഛന് ഭൗമഭോഗരതാഹ. അപ്പോഴും വൈദർഭി ഇങ്ങനെ ബ്ലണ്ടർ അടിച്ചു നിൽക്കുക, മനസ്സിലാവണില്ല. പറഞ്ഞു കൊടുത്തു, മാനസരസിൽ വസിക്കുന്നു, പ്രളയകാലം വന്നപ്പോൾ വാസസ്ഥാനം ഇല്ലാണ്ടായി, ആ സമയത്ത് നീ എന്നെ ഉപേക്ഷിച്ച് പോയി. ആ തത്വത്തിൽ ലയിച്ച് ആനന്ദമായിട്ടിരുന്നാൽ മതിയായിരുന്നു, നീ എന്നെ ഉപേക്ഷിച്ച് പോയി. ത്വം മാം വിഹായ ഗ്രാമ്യമതിഹി ഗതഃ. ഗ്രാമ്യമതി ആയതുകൊണ്ടാണ് നീ പോയത് എന്ന് പറയാം. ഇന്ദ്രിയ ഗ്രാമങ്ങളിൽ ഭോഗരതി വന്നു, അങ്ങനെ നീ ഇറങ്ങിപ്പോയി. എന്നിട്ടോ നീ ഒരു കൊട്ടാരത്തിൽ ചെന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീ യജമാനത്തിയായിട്ട് വസിക്കുന്ന കൊട്ടാരത്തിൽ. അവിടെ പൂന്തോട്ടമുണ്ടായിരുന്നു. ഏതായി പൂന്തോട്ടം? ശ്രദ്ധിക്കുക, ആരായിരുന്നു ഈ പുരഞ്ജനൻ? പുരത്തെ ജനിപ്പിക്കുന്നവൻ, ജീവാത്മാ. ആരാണ് അജ്ഞാതനാമാവായ സുഹൃത്ത്? സാക്ഷാൽ ഈശ്വരൻ. ഈശ്വരനെ ദയവ് ചെയ്ത് സുഹൃത്തായിട്ട് അറിയണം കേട്ടോ. ഇത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു, ആ സംസ്കാരവും കൂടി പഠിച്ചു. ഭാഷ പഠിക്കണേൽ എന്താ തെറ്റ്? അത് സംവാദത്തിനുള്ള സൗകര്യമല്ലേ, ആവാം. പക്ഷെ സംസ്കാരം ഒരു ശ്രദ്ധയില്ലാതെ അങ്ങോട്ട് ആവാഹിച്ചുകൂടാന്ന് പറയാൻ. ഇംഗ്ലീഷിൽ പറയും ഗോഡ് ഫിയർ, ഗോഡ് ഫിയർ, ഗോഡ് ഫിയർ അല്ലേ? അത് നമ്മളും സ്വീകരിച്ചു. എന്നിട്ടോ ദൈവഭയം, ദൈവഭയം എന്ന് പറയാൻ തുടങ്ങി. ദൈവത്തെ ഭയക്കേണ്ട കാര്യമേ ഇല്ല. ഭഗവാൻ എത്ര കരുണയോടുകൂടിയാ പറയണത്. ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി. സകല ഭൂതജാലങ്ങളുടെയും സുഹൃത്താകുന്നു ഞാൻ. ആ എന്നെ അറിഞ്ഞാൽ ശാന്തി ഉണ്ടാവും. ഭയം ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ അകന്നു പോവേ ഉള്ളൂ. എന്തിനാ പേടിക്കണത് എന്ന് ചോദിക്കുക. കഷ്ടമേ. അപ്പൊ സുഹൃത്തായിരുന്നു ഞാൻ. എന്നിട്ടോ നീ ഈശ്വരനെ വെടിഞ്ഞ് ജീവാത്മാ ശരീരത്തെ തേടിപ്പോയി. പുരം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ജനിപ്പിക്കുന്നവൻ. എങ്ങനെയാ ശരീരത്തെ ജനിപ്പിക്കുന്നത്? കർമ്മവാസനകളെ കൊണ്ട്. അപ്പൊ കർമ്മവാസനകളെ കൊണ്ട് ജീവാത്മാ ബഹുവിധ ശരീരങ്ങളെ ആകർഷിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പുരഞ്ജനൻ. ഈ പുരഞ്ജനൻ ഇറങ്ങിപ്പോയി. പല ശരീരങ്ങളും പരീക്ഷിച്ചു നോക്കിയിട്ട് അത്രേ ഒടുവിൽ മനുഷ്യ ശരീരത്തെ പ്രാപിച്ചത്. പല കാലുകളുള്ള ശരീരങ്ങളെയും കാലില്ലാത്ത വകയൊക്കെ പരീക്ഷിച്ചു നോക്കി. എന്നിട്ടൊന്നും തൃപ്തിയാവാതെ മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രയാണത്തെയാണ് പറയണതേ. എന്ന് തുടങ്ങിയ യാത്രയാ. ജന്തുശാസ്ത്രം പരിശോധിച്ചാൽ അമീബയിൽ നിന്ന് തുടങ്ങിയ യാത്രയാ. ഏകകോശ ജീവി. അവിടുന്ന് തുടങ്ങി ഇപ്പൊ ഈ പരുവത്തിലായി. നീ എന്താ ഭാവം? നീയും ഇങ്ങനെ നട്ടം തിരിയണമെന്ന് തന്നെയാണോ ഭാവം എന്നാണ് ചോദ്യം. ആട്ടെ, എന്നിട്ട് നീ ഇങ്ങനെ രമിച്ചു കഴിഞ്ഞു. 5 പൂന്തോട്ടം ഉപവനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പഞ്ചേന്ദ്രിയ വിഷയങ്ങളാകുന്നു. 9 മാർഗങ്ങൾ ഉണ്ടായിരുന്നു, രാജപാതകൾ. ഇത് നവദ്വാരങ്ങൾ, ശരീരഛിദ്രങ്ങളാകുന്നു. കച്ചവട സംഘങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആകുന്നു. ഇവരൊക്കെ ആയിട്ട് പുമാൻ അത്ര പ്രവിഷ്ട ന അവബുദ്ധ്യതേ. നീ ഇതിലങ്ങോട്ട് പ്രവേശിച്ചതോടെ, ഈ പുരത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചതോടുകൂടി സകലത്തും വിസ്മരിച്ചു. ഞാനിങ്ങനെ ഒരാള് നിനക്ക് ഫ്രണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നീ മറന്നുപോയി. ശരിയല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥയാണ് പറയണത്. എന്താ അവസ്ഥ? ഈ ശരീരാദികളിൽ അഭിമാനിക്കുന്നതോടെ സർവേശ്വരനെ സർവ അന്തര്യാമിയായി പരിശോഭിക്കുന്ന, സർവരിലും ഏകമായിരിക്കുന്ന ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രേഷു അഹം ഏകഃ ക്ഷേത്രജ്ഞഃ.
ഭഗവാൻ പറയണത് സകല ക്ഷേത്രങ്ങളിലും, ക്ഷേത്രം ശരീരം എന്ന് ആ കോണ്ടെക്സ്റ്റിൽ വാഗർത്ഥം, സകല ശരീരങ്ങളിലും ക്ഷേത്രവിത്, ക്ഷേത്രത്തെ ശരീരത്തെ അറിയുന്നവനായിട്ട് വസിക്കുന്നത് ക്ഷേത്രജ്ഞൻ. ആ ക്ഷേത്രജ്ഞൻ ഏകനാവുന്നു. ഇതറിയാതെ നാം ഒരു ശരീരത്തിൽ അഭിമാനിച്ച് വശകമായി ജീവാത്മാവായി ഇരിക്കണു, പരമാത്മാവിനെ അന്തര്യാമിയെ മറന്നിരിക്കണു. ചിത്രം വ്യക്തമായില്ലേ? നത്വം വിദർഭദുഹിത. അപ്പൊ പുമാൻ അത്ര പ്രവിഷ്ട ന അവബുദ്ധ്യതേ തസ്മിൻ സ്ത്വം രാമയാ സ്പൃഷ്ടോ രമമാണോ അശ്രുതസ്മൃതി. അവിടെയുള്ള വിഷയങ്ങളിലൊക്കെ നീ രമിക്കുക, കാരണം അശ്രുതസ്മൃതിയായി, നാമരൂപഗുണദോഷവർജിതമായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെ അറിയാത്തവനായി പോയി, ആത്മാവിനെ മറന്നുപോയി, ഈശ്വരനെ അറിയാതെ പോയി. തത്സംഗാദീദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ. അങ്ങനെയാകുന്നു നീ ഈ പ്രകാരത്തിലുള്ള ഒട്ടേറെ പാപങ്ങളെ വരിക്കാനിടയായത്. എന്താ കാരണം പറഞ്ഞത്? തത്സംഗം. ആ വാക്ക് സുഖമായിട്ട് ഓർമ്മിച്ചു വയ്ക്കാം. എന്താ വാക്ക്? തത്സംഗം. തത്സംഗദോഷ ഹരണത്തിനുള്ള ഔഷധം എന്താകുന്നു? സത്സംഗം. തത്സംഗദോഷ ഹരണത്തിനുള്ള ഔഷധം സത്സംഗം. തത്സംഗം, അതുമായിട്ട് സംഘം ചെയ്ത് ശരീരാദികളിലൊക്കെ അഭിമാനിച്ച് ഭോഗസുഖങ്ങളിൽ ഭ്രമിച്ച് നീ നശിച്ചു. നത്വം വിദർഭദുഹിത. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, നീ വിദർഭപുത്രിയല്ല. നായം വീര സുഹൃത്തവഹ, ഇത് നിന്റെ സുഹൃത്തും അല്ല. ന പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ യയാ. നിന്നെ ബന്ധിച്ചു നിർത്തിയ സ്ത്രീയില്ലേ പുരഞ്ജനി, അവളുടെ കെട്ടിയവനും അല്ല നീ. നീ പുരഞ്ജനിയുടെ ഭർത്താവും അല്ല. ആ പുരഞ്ജനിയാണ് നിന്നെ കെട്ടിയിട്ടത്, ബന്ധിച്ചു നിർത്തിയത്. ആ നവമുഖി നിന്നെ ബന്ധിപ്പിച്ച് നിർത്തുണ്ടായി. നീ അതൊന്നുമല്ല. അതൊക്കെ എങ്ങനെ ഉണ്ടായതെന്നാണെങ്കിലോ, അതൊക്കെ ഉണ്ടായത് മായാബന്ധം കാരണം. എന്താ കാരണം? മായാബന്ധം കാരണം. ഒരു ഉപനിഷത്തിൽ പ്രതിപാദിച്ചത് നമുക്ക് ബന്ധിപ്പിച്ച് ഓർമ്മിക്കാം. സയേവ മായാ പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം സ്ത്രീയന്നപാനാദി വിചിത്രഭോഗൈ സയേവ ജാഗ്രത് പരിതൃപ്തിമേതി സ്വപ്നേ സജീവ സുഖദുഃഖഭോക്താ സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിഹീനേ തമോഭിരൂപ സുഖരൂപമേതി പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സയേവ ജീവ പ്രബുധ. സ ഏവ, അതേ തത്വം ഉപനിഷത്തില് സർവാന്തര്യാമിയായി, സർവവ്യാപിയായി, സർവാധാരമായി, ഏകമായി പരിശോഭിക്കുന്ന തത്വത്തെ പറഞ്ഞതിന് ശേഷം സ എന്നാണ് സാമാന്യ പദം കൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ തത്വം സയേവ ഏവ നിശ്ചയദാർഢ്യാത്, നിശ്ചയമായിട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഏവ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സയേവ, ആ പരമതത്വം തന്നെയാണ് ശരീരമാസ്ഥായ കരോതി സർവം, ഈ ശരീരത്തിൽ വർത്തിച്ചുകൊണ്ട്. എന്താ കാരണം? മായയാ പരിമോഹിതാത്മാ, മായ കൊണ്ട് മോഹിതമായി. സ്വന്തം പ്രൗഢി, ആഴവും അർത്ഥവും വ്യാപ്തിയും മറന്ന് ചുക്കിച്ചുരുങ്ങിപ്പോയി എന്ന് പറയാം. സർവജ്ഞനും സർവവ്യാപിയും സർവകല്യാണഗുണ സമ്പന്നനും ഒക്കെ ആയിരുന്ന ആ പ്രഭു ഇപ്പോഴോ കിഞ്ചിജ്ഞ കിഞ്ചിത് വ്യാപി കിഞ്ചി ശക്തിമാൻ, നിസ്സാരനും നിസ്സഹായനും, ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്.
സയേവ. അങ്ങനെയപ്പം ഉണ്ടായത്. ഇനിയോ വേഷം അഴിച്ചു വെച്ച റെഡിയായി എന്നാണ് രമണ മഹർഷി പറയുന്നത്. ഈശജീവയോ വേഷധീഭിത സത്സ്വഭാവതോ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപതഃ. ഈശജീവയോ വേഷധി, വേഷത്തിലുള്ള മമതയും അഹന്തയും കൊണ്ടാണ് ഈശ്വരനും ജീവനും വേറിട്ടിരിക്കുന്നത്. വേഷഹാനത, തത്വജ്ഞാനം കൊണ്ട് ഈ ശരീരാദി വേഷത്തെ നിരാകരിക്കാൻ സാധിച്ചാൽ, അവയിലുള്ള താദാത്മ്യത്തെ വെടിയാൻ കഴിഞ്ഞാൽ, അതോടുകൂടി ഈശ്വരൻ ആയി, സ്വയം ജീവൻ ഈശ്വരനായി. ഇതാണ് തത്വസാക്ഷാത്കാരം. എപ്രകാരമാണോ നിർമ്മലമായ കണ്ണാടിയിൽ ഒരാൾ തൻ്റെ പ്രതിബിംബം വിസ്തരിച്ച് ഭംഗിയായി കാണുന്നത്, യഥാതഥം കാണുന്നത്, അതുപോലെ ഞാൻ എല്ലാം അറിയുന്നു. ബട്ട് ഇൻ യുവർ കേസ് യു ആർ ലുക്കിംഗ് അറ്റ് എ മിറർ, ബട്ട് ഇറ്റ് ഈസ് അല്ലേ, നീയും കണ്ണാടിയിൽ നോക്കുന്നുണ്ട്, പക്ഷെ എന്താ കാണുന്നത്? കണ്ണാടിയിൽ ആകെ ചളി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് നിന്നെ വ്യക്തമായിട്ട് കാണുന്നില്ല. ഭഗവാൻ അർജുനോട് പറഞ്ഞില്ലേ, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവചാർജുന. പക്ഷെ എന്താ വിശേഷം? ഐ നോ ഇറ്റ് വെരി വെൽ. എത്രയോ ജന്മങ്ങളിലൂടെയുള്ള യാത്ര, പക്ഷെ എനിക്കറിയാം, നിനക്കറിയില്ല. നത്വം വേഥ പരന്തവ. എനിക്കറിയാം, നിനക്കറിയില്ല. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ജീവന്റെ കാഴ്ച രാഗദ്വേഷാദികളെ കൊണ്ടും കർമ്മവാസനകളെ കൊണ്ടും മിഥ്യാ താദാത്മ്യങ്ങളെ കൊണ്ടും മങ്ങിയതായതുകൊണ്ട് വൈവിധ്യങ്ങളൊക്കെ കാണുന്നു. എൻ്റേതെന്നും എൻ്റേതല്ലാത്തതെന്നും തരംതിരിക്കുന്നു. സ്പർദ്ധയും മറ്റു പ്രകാരത്തിലുള്ള ദുരിതങ്ങളുമായിട്ട് ഇവിടെ കഴിയാൻ ഇടവരുന്നു. ഏവം സമാനസോ ഹംസോ ഹംസേന പ്രതിബോധിതഃ സ്വസ്ഥസ്തദ് വ്യഭിചാരേണ നഷ്ടമാപഃ പുനഃസ്മൃതിം. ഇപ്രകാരം അടുത്തു വന്ന അജ്ഞാതനാമാവായ സുഹൃത്തിനാൽ പ്രതിബോധിപ്പിക്കപ്പെട്ട ഹംസം, പുരഞ്ജൻ ഒറിജിനൽ ഹംസമായിരുന്നു, ആ പരമതത്വമായിരുന്നു. നീ അതാകുന്നു എന്ന് ഇവിടെ അജ്ഞാതനാമാവായ സുഹൃത്തിനാൽ ഉദ്ബോധിപ്പിക്കപ്പെട്ടതോടെ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാൻ വൈദർഭിയല്ല, പുരഞ്ജനിയുമല്ല, പുരഞ്ജനുമല്ല, ഒന്നുമല്ല. പിന്നെയോ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവിയായിട്ടുള്ള പരമാത്മതത്വം, സച്ചിദാനന്ദ സ്വരൂപം. മനസ്സിലായില്ലേ? ബർഹിസേ, ഓ ആരാ ബർഹിസ്? ഇതിപ്പം ശ്രീനാരദരും പ്രാചീന ബർഹിസും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നല്ലോ. പിടികിട്ടിയോ? ഞാൻ പരോക്ഷമായിട്ടാണ് പറഞ്ഞത്. എന്നാ പ്രത്യക്ഷമായിട്ട് പറഞ്ഞൂടെയിരുന്നു? പിടികിട്ടിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, ഡോണ്ട് വറി, ഞാൻ വിശദീകരിച്ചു തരാം. എന്നാ പിന്നെ ഇത് ആദ്യം ആയിക്കൂടെയായിരുന്നു. എന്തിനീ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയത് എന്ന് ചോദിക്കുക. എൻ്റെ പ്രാചീന ബർഹിസേ, ഞാൻ ആദ്യം തന്നെ നേരിട്ട് കാര്യം പറഞ്ഞാൽ നീ കേൾക്കില്ലായിരുന്നു. എന്താ കാര്യം? നീ അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നീ ഇപ്പൊ എവിടെയാ ദർഭ വിരിക്കാൻ ബാക്കിയുള്ളത്? മനസ്സിലായി? അല്ലെങ്കിലോ നിനക്ക് ഉറക്കം തൂങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്താ വിശേഷമായത്? കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ. എന്നിട്ട് പുരഞ്ജനൻ ഒരു കൊട്ടാരം കണ്ടു. എന്നിട്ട് അവിടെ ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീ. അല്ലേ, ഇങ്ങനെ നീ കേട്ടിരിക്കും. കാരണം നിന്റെ ബുദ്ധി ഏറെക്കുറെ ലൗകിക രതി ഉള്ളതാകുന്നു, മുഴുവനായിട്ട് വെടിഞ്ഞതായിട്ടില്ല. അതുകൊണ്ട് കഥ. ഓക്കെ, ഇനി ഞാൻ ഈ കഥയിൽ പറഞ്ഞതൊക്കെ കാര്യമായിട്ട് പറഞ്ഞുതരാം. എന്താ കാര്യം?
ഭഗവൻസ്തേവചോഭിർന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി നവയം കർമ്മമോഹിതാഹ. ഇത് പ്രാചീന ബർഹിസിന്റെ കൺഫെഷനാണ്. സോറി, ഐ കുഡ് നോട്ട് ഫോളോ യു. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായോ? പരോക്ഷമായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു തമാശ ഓർമ്മ വരുന്നത്, ഒരു ആള് മഹത്തായ ഒരു ഗ്രന്ഥം തർജ്ജമ ചെയ്തു. എന്നിട്ട് വായിക്കാൻ കൊടുത്തു. വായിച്ചിട്ട് ചോദിച്ചു, വായിച്ച ആളോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? മൂലത്തോട് വളരെ നീതി പുലർത്തിയിരിക്കുന്നു. മൂലത്തോട് വളരെ നീതി പുലർത്തിയിരിക്കുന്നു. അപ്പൊ തർജ്ജമ ചെയ്ത ആൾക്ക് വലിയ സന്തോഷമായി. കാരണം പലപ്പോഴും തർജ്ജമ ചെയ്ത് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? മൂലത്തിൽ നിന്നൊക്കെ വളരെ അകന്നു പോവും. ഇത് മൂലത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇത് കേട്ട് നിന്ന വേറൊരാള് ഇങ്ങോരോട് ചോദിച്ചു, മുഴുവൻ വായിച്ചു നോക്കി, മൂലത്തോട് നീതി പുലർത്തുന്നുണ്ടെന്ന് അങ്ങ് കണ്ടെത്തിയതാണോ അതോ ചുമ്മാ അടിച്ചതാണോ? അപ്പൊ ഇങ്ങേര് പറഞ്ഞത്, എനിക്ക് മൂലം വായിച്ചു നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല, ഇത് വായിച്ചു നോക്കിയപ്പോഴൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്താ തീരുമാനം? മൂലത്തോട് അങ്ങേയറ്റം നീതി പുലർത്തിയതാണോ തീരുമാനമായി. ഇതുപോലെ ഹേ നാരദർഷേ ഭഗവൻ സ്ഥേ വചോഭി, അങ്ങ് വാക്കുകളെ കൊണ്ട് ഭംഗിയായിട്ട് പറഞ്ഞ ഈ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇറ്റ്സ് മൈ ഫാൾട്ട്. ഇത് ആർക്കും മനസ്സിലാവില്ല എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല കേട്ടോ. പിന്നെയോ ഇത് കവികൾക്ക് മനസ്സിലാവും. കവികൾക്ക് ഇത് നിശ്ചയമായിട്ടും മനസ്സിലാവും. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. കവികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ പദം കേമയുണ്ട്. വയം കർമ്മമോഹിതാഹ. കവികള് കർമ്മത്താൽ കാമത്താൽ മോഹിതരല്ല. അവരാണ് കവികൾ. കവിയർ ദ്രഷ്ട, തത്വ ദർശനമുള്ളവരാണ് കവികൾ. അവരെങ്ങനെയുള്ളവരല്ല? കാമമോഹിതന്മാരല്ല. നമ്മളോ കാമമോഹിത. അപ്പൊ കാണാൻ പറ്റില്ല. കേട്ടില്ലേ? ഈ കർമ്മത്തിൽ മോഹിതരായിട്ടുള്ളവര്, കാമത്തിൽ മോഹിതരായിട്ടുള്ളവര്, അവര് തത്വജ്ഞാനം നേടിയാൽ പോലും ബുദ്ധിമുട്ടാണ് എന്നാ. അതുകൊണ്ട് തത്വജ്ഞാനം നേടിയവരെ കവികൾ എന്ന് വിളിച്ചിട്ടും കർമ്മം പോവാത്തതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കണു ഭഗവാൻ കവയോപി അത്ര മോഹിതാഹ. കവികൾ പോലും ഇവിടെ വിഷമിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത്രയും ദുർഘടമാണ് കർമ്മരഹസ്യം. അത്രയും വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. എന്തായാലും ഇവിടെ കവി അല്ലാത്തവർ ഈ തരംതിരിവ് ഇങ്ങനെ മനസ്സിലാക്കാം. നിത്യനിരന്തരമായി ഹൃദയ സരോവരത്തിൽ കാമത്തിൻ്റെ കല്ലോലമുണ്ടാകുമ്പോൾ കവികളായിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോഴോ കർമ്മമോഹിതരായി കാമമോഹിതരായി കഷ്ടപ്പെടാൻ ഇടവരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. നാരദര് പറഞ്ഞു തരാം. എന്താ പറഞ്ഞു കൊടുത്തത്? പുരഞ്ജനൻ എന്നത് ജീവാത്മാ നമ്മൾ നേരത്തെ കണ്ടു. അവിജ്ഞാത നാമാവ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. എന്തുകൊണ്ട് ഈശ്വരനെ അവിജ്ഞാത നാമാവ് എന്ന് പറയുന്നു? കാരണം ഈശ്വരന്റെ ഗതി ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് വേദ്യമേ അല്ല. എൻ മനസാ ന മനുതേ ഏനാഹുർ മനോമതം. ശരീര മനോബുദ്ധികളൊക്കെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പക്ഷെ ഈ ശരീര മനോബുദ്ധികളെ കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അജ്ഞാത നാമാവ്. ജീവന് ഭോഗേച്ഛ വന്നിട്ടാണ് ശരീരം പ്രാപിച്ചത്. അതാണ് പുരഞ്ജനൻ പുരം തേടിപ്പോയി എന്ന് പറഞ്ഞത്. നവമുഖി എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. സ്ത്രീയായിട്ട് വന്നത് ബുദ്ധിയാണ്. ബുദ്ധിയെയും അതിൻ്റെ വൃത്തികളെയുമാണ് ജീവാത്മാ പ്രാപിച്ചത്, വരിച്ചത്. ഏതാ 5 തലയുള്ള സർപ്പം പ്രാണങ്ങളാകുന്നു. ഇത് ചണ്ഡവേഗനുമായിട്ട് നിത്യനിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 100 സംവത്സരം കഴിയുമ്പോഴേക്കും ഇത് തളരും. ചണ്ഡവേഗൻ എന്ന് പറയുന്നത് ആരാ? കാലം. യവൻ ആരാ? ഭയം. ഈ കഥാപാത്രങ്ങളൊക്കെ വന്ന് ആധിയും വ്യാധിയും ഒക്കെയാണ് സഹോദരന്മാരൊക്കെ. ഇവരൊക്കെ വന്ന് നമ്മെ ദ്രോഹിക്കുന്നു.
പിന്നെയോ ഈ രാജാവ് പോയിട്ടുള്ള പഞ്ചദേശങ്ങൾ അത് ഇന്ദ്രിയ വിഷയങ്ങളാകുന്നു. നവദ്വാരങ്ങൾ കണ്ണ്, കാത്, നാസിക 6, പിന്നെ വായയും ഗുദവും പ്രത്യുത്പാദന അവയവവും എല്ലാം കൂടി 9 ദ്വാരം ശരീരം. ഓരോരോ ലോകങ്ങളെക്കുറിച്ചൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വ്യവഹാര ഭൂമികയെ പുരസ്കരിച്ചിട്ടുള്ളതാകുന്നു. അതൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. അന്ധകരണങ്ങളും അനുഭവങ്ങളും അവസ്ഥാത്രയങ്ങളും ഒക്കെ വിസ്തരിച്ചിട്ടുണ്ട്. ഏവം ബഹുവിധേർ ദുഃഖൈഃ ദേവഭൂതാത്മസംഭവൈഃ ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യധ്യസ്യ നിർഗുണഃ ശേതേ കാമലവാൻ ധ്യായൻ മമാഹമിതി കർമ്മകൃത്. ഏവം ബുദ്ധിയും ബുദ്ധിവൃത്തികളുമായി താതാത്മ്യം പ്രാപിച്ച്, അതാണ് കരയുമ്പോൾ കരയും ചിരിക്കുമ്പോൾ ചിരിക്കും എന്നൊക്കെ പറഞ്ഞത്. രണ്ടും ഒന്നായി. എന്നിട്ടോ ഏവം ബഹുവിധൈഃ ദുഃഖൈഃ, പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ജീവിതത്തെ ശരിക്കും വിലയിരുത്തി നോക്കുമ്പോൾ സുഖത്തിലേറെ ദുഃഖമാണ്. ഒരു എക്സസൈസ് പോലെ, ഹോംവർക്ക് പോലെ, ഗൃഹപാഠം പോലെ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഇന്നിപ്പോൾ എന്താ ആഴ്ച? തിങ്കളാഴ്ച. ഓക്കെ. അപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച ഇന്നലെ വരെ എൻ്റെ സ്ഥിതി എന്തായിരുന്നു? സ്വാമി, കഴിഞ്ഞ തിങ്കളാഴ്ച എണീറ്റതേ ഒരു തലവേദനയായിട്ടാണ്. റൈറ്റ്? അപ്പൊ അന്നത്തെ ദിവസം അങ്ങനെ പോയി കിട്ടി. പിറ്റേ ദിവസം കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു, അതിൻ്റെ വകയിൽ ആ ദിവസം പോയി കിട്ടി. അല്ലേ? ഇങ്ങനെ സ്വാമി ഇപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ സങ്കടങ്ങളൊന്നും എന്നെ പറയുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് ഓർമ്മ വഴി സൗകര്യം പോലെ കണക്കെടുപ്പ് നടത്തിക്കോളൂ. എന്താ കണക്കെടുപ്പെന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഖം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറവാ. ദുഃഖമാണേലോ കൂടുതൽ. എന്നിട്ടും നോക്കണേ, ഈ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കിട്ടുന്ന സുഖത്തിൽ നമുക്ക് വലിയ താല്പര്യം. ഇത്തിരി ദുഃഖം സഹിച്ചാലും തരക്കേടില്ല എന്നുള്ള മട്ട്. കേട്ടില്ല? ശബരിമല തീർത്ഥാടകരെ ആക്ഷേപിക്കാനല്ല സ്വാമി ഇനി പറയുന്ന കാര്യം. ചിലർ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഉദാഹരണം ആയിട്ട്, വളരെ ഭക്തിയാദരങ്ങളോടെ തീർത്ഥാടനം നടത്തുന്ന എല്ലാവർക്കും അഭിനന്ദനം. പക്ഷെ ചിലരൊന്നും ശബരിമലയിൽ പോണത് ഭക്തിയാദരം കൊണ്ടൊന്നും അല്ല. ഒരാൾ സ്വാമിയോട് തുറന്നു പറഞ്ഞതാ. എന്താ അത്? ഓരോ പ്രാവശ്യം ശബരിമലയിൽ പോകുമ്പോഴും ആ വൃത്തികേടും പിന്നെ തിരക്കും എല്ലാം കണ്ടിട്ട് ഇനി പോണില്ല എന്ന് തീരുമാനിക്കും അത്രേ. പിന്നെ അടുത്ത വർഷം പുറപ്പെടാൻ തോന്നുന്നു. അതെന്താ കാരണം? ഈ യാത്രക്കിടയിൽ കഴിക്കാൻ പറ്റുന്ന ഈ പക്കവടയില്ലേ, അതാലോചിക്കുമ്പോൾ എന്ത് കഷ്ടം സഹിച്ചാലും തിരക്കില്ല. വിശന്ന് പൊരിഞ്ഞൊക്കെ നടക്കുമ്പോൾ പക്കവട അത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് സുഖം. ഇതുപോലെ ദൃഷ്ടാന്തങ്ങൾ പലരും പല യാത്രയും കഴിഞ്ഞ് വന്ന് പറഞ്ഞിട്ടുള്ള പല ദൃഷ്ടാന്തങ്ങൾ സ്വാമിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും അന്നിപ്പോൾ വിസ്തരിക്കുന്നില്ല. സാരം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തു ദുഃഖവും സഹിക്കാൻ തയ്യാറാണ്. ഇത്തിരി സുഖത്തിൻ്റെ ഒരു കാറ്റ് കിട്ടിയാൽ മതി. ഇന്ന് എന്ത് സഹിക്കാൻ തയ്യാറാണ്. മനസ്സിലാവുന്നില്ലേ? ആലോചിക്കുക എന്തൊരു കഷ്ടമാണെന്ന് മനുഷ്യൻ്റെ കാര്യം. ക്ലിശ്യമാണേന ഏവം ബഹുവിധൈ ദുഃഖൈഃ ദേവഭൂതാത്മസംഭവൈഃ. ഏതൊക്കെ ദുഃഖങ്ങളാണ്? ഭൗതികവും ദൈവികവും ആത്മീയവുമായിട്ടുള്ള ദുഃഖങ്ങൾ. ത്രിവിധ താപങ്ങൾ, താപത്രയം. ക്ലിശ്യമാനഃ ശതം വർഷം, 100 വർഷത്തോളം ദേഹേ ദേഹി, ദേഹത്തിൽ ദേഹി ജീവാത്മാ, പുരഞ്ജനൻ തമോവൃതഃ, തമസിനാൽ ആവരണം ചെയ്യപ്പെട്ടവനായിട്ട് കഴിയുന്നു. പ്രാണേന്ദ്രിയ മനോധർമാൻ,
പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിന്റെയും ധർമ്മങ്ങളെ ആത്മനി അധ്യസ്യ നിർഗുണഃ, ആത്മാവിൽ ആരോപിക്കുന്നു. നിർഗുണമായ ആത്മാവിൽ ആരോപിച്ചിട്ട് ശേതേ കാമലവാൻ, അങ്ങനെ വസിച്ചിട്ട് കാമലവം, നിസാരങ്ങളായ കാമനകളെ ധ്യായണ്, ധ്യാനിച്ചു വർത്തിക്കുന്നു. മമാഹമിതി കർമ്മകൃത്, കർമ്മം ചെയ്യുന്നവനാകുന്നു. എന്താ ഭാവന? ഇതെന്റേത്, ഞാൻ ഇതിൻ്റേത്. സംസാരത്തിലെ സകല പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്മയാനന്ദ സ്വാമിജി പറയും, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എത്രയേ ഉള്ളൂ, ഐനസ് ആൻഡ് മൈനസ്. If you are able to minus this minus and minus, you are escaped. എന്തെയുള്ള പ്രശ്നം? ഞാൻ എൻ്റേത്, ഐനസ് മൈനസ്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി, രക്ഷപ്പെട്ടു. മമാഹമിതി, അഹം മമ, എൻ്റേത് ഞാൻ. യഥാത്മാനം അവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനി സ തദാ കർമാണി കുരുതേ അവശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വ യഥാ കർമാഭിജായതേ. യഥാ ആത്മാനം അവിജ്ഞായ ഭഗവന്തം പരം ഗുരും, പരമമായ ഗുരു തത്വം അത് ആത്മാവ് തന്നെയാകുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ളത്, അങ്ങനെയും അർത്ഥമെടുക്കാമേ. ഈ പ്രപഞ്ചം മുഴുവൻ നിസ്സാരമാകുന്നു, രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞ വട്ടപൂജ്യമാകുന്നു. ഇതിനു മുഴുവൻ വില നൽകുന്ന, അർത്ഥം നൽകുന്ന, ആഴം നൽകുന്ന തത്വം ആ ഒന്നാകുന്നു ഏറ്റവും ഗുരുത്വമുള്ളത്. ആ പരമഗുരു ആയിട്ടുള്ള ആത്മാവിനെ അവിജ്ഞായ, അറിയാതെ, പുരുഷാത്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക്, സ്വദൃക്കായിട്ടുള്ള സ്വപ്രകാശ സ്വരൂപിയായിട്ടുള്ള ആത്മാവിനെ അറിയാതെ വിഷയങ്ങളിൽ പുരുഷൻ ബന്ധിക്കപ്പെടുന്നു. എന്നിട്ടോ ആ ഗുണങ്ങളിലൊക്കെ അഭിമാനിച്ചിട്ട് കുരുതേ അവശഃ കർമാണി, കാമത്താൽ പ്രേരിതമായിട്ട് നിസ്സഹായരായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെ കർമ്മങ്ങളാ? ശുദ്ധവും അശുദ്ധവും മിശ്രിതവുമായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതാത് യോനികളിൽ, മനുഷ്യയോനിയിലോ മൃഗയോനിയിലോ സസ്യയോനിയിലോ സ്ഥാവര യോനികളിലോ ഒക്കെ ആയിട്ട് ജനിക്കാനും ഇടവരുന്നു. കർമ്മം കൊണ്ട് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. ഭീമകർമ്മം ചെയ്താലും മുക്തി ഉണ്ടാവില്ല. അജ്ഞാനമേവാസ്യഹി മൂലകാരണം, അജ്ഞാനം മാത്രമാകുന്നു ബന്ധനത്തിന് മൂലകാരണം. അതുകൊണ്ട് മോക്ഷത്തിന് എന്താ വേണ്ടത്? തദ്ധാനമേവാത്ര വിധൗ വിധീയതേ. ഈ അജ്ഞാനത്തിന്റെ നാശം മാത്രമാകുന്നു ശാസ്ത്രഗ്രന്ഥങ്ങളിൽ വിധിച്ചിരിക്കുന്നത്. വിദ്യൈവ തന്നാശവിധൗ പഠീയസി, അജ്ഞാനനാശത്തിന് വിദ്യ മാത്രമാണ് സാമർഥ്യമുള്ളവളായിരിക്കുന്നത്. ന കർമ്മ തജ്ജം, അജ്ഞാനജന്യമായ കർമ്മങ്ങളെ കൊണ്ട് എങ്ങനെ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതിനെന്താ വഴി? അജ്ഞാനനാശത്തിന് ഭഗവാനെ ആരാധിക്കൂ. ഇതാണ് ശ്രീനാരദര് പറഞ്ഞു കൊടുത്ത ഉപായം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിതഃ, ഭഗവാൻ വാസുദേവനിൽ ഭക്തിയോഗയുക്തനായിട്ടിരുന്നാൽ ക്രമേണ ജ്ഞാനവും വൈരാഗ്യവും വളർന്നു വരും. വൈരാഗ്യം വളരും പ്രകാരം ജ്ഞാനം ഉദിച്ചു കിട്ടും. അത് വീണ്ടും വൈരാഗ്യത്തെ സുദൃഢമാക്കുന്നു. വീണ്ടും ജ്ഞാനം തെളിഞ്ഞു കിട്ടുന്നു. ഇതാണ് വഴി. എങ്ങനെയാണ് ഭഗവത് ഭക്തി വളർത്തുക എന്ന ചോദ്യത്തിനും ശ്രീനാരദർ ഉത്തരം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഭഗവത് കഥകൾ ശ്രദ്ധിക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക, കീർത്തിക്കുക. അതിനെന്തു വേണം? ഭക്തന്മാരെയും സജ്ജനങ്ങളെയും ആശ്രയിച്ചു കൊള്ളണം. തസ്മിന് മഹന്മുഖരിത മധുഭിച്ചരിത്ര പീയൂഷശേഷ സരിത പരിതസ്രവന്തി തായേ പിപന്തി അവിദുഷോ നൃപഗാഠകർണൈഃ താന്ന സ്പൃശന്തി അശന തൃഡ്ഭയ ശോകമോഹാഃ.
ആരാകുന്നുവോ ഭഗവാന്റെ കഥാമൃതം സജ്ജനങ്ങളിങ്ങനെ എല്ലാ വഴിയിലും പ്രസരിപ്പിക്കുന്നുണ്ട്. ആ ഭഗവത് കഥാമൃതം അഥവാ കഥാപീയൂഷം ആരാണോ പാനം ചെയ്യുന്നത് അവർക്ക് മോഹാദികളായിട്ടുള്ള ദുഃഖങ്ങളോ വിശപ്പ്, ദാഹം ഇത്യാദിയോ ഒന്നും ഉണ്ടാവില്ല. പിന്നെയോ എപ്പോഴും നിറഞ്ഞ സംതൃപ്തി. അതിനുവേണ്ടി ഉത്സാഹിക്കണം. ഈ ഭക്തി എങ്ങനെയുണ്ടാവുക? ജന്മാന്തര സുഹൃതം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ ജന്മാന്തര സുഹൃതം ഇങ്ങോട്ട് പോന്നോട്ടെ, എന്നിട്ട് ആ ഭക്തിക്കൊക്കെ ഉത്സാഹിക്കുന്നതെന്ന് മാറ്റി നിർത്തണ്ട. കാരണം നമ്മുടെ സുഹൃത ദുഷ്കൃതം നമ്മളെങ്ങനെയാ കണക്കാക്കുക? അറിയില്ലല്ലോ. ഈ അജാമിളനെ പൊക്കിക്കൊണ്ടുപോകാൻ യമഭടന്മാര് വന്നത് എന്ത് വിചാരിച്ചിട്ടാ? ഇവൻ ദുഷ്കൃതിയാണ് എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇത്തിരി സുഹൃതം ചെയ്യണ്ടായല്ലോ എന്നൊരു ചോദ്യം. അത് റിലേറ്റീവ്ലി കുറവാണ് എന്ന് വാദം. അപ്പൊ അവരുടെ കണക്കെടുപ്പ് തെറ്റി ഇല്ലേ? അത് വിഷ്ണുദൂതന്മാർ വന്നിട്ടാണ് ഉദ്ബോധിപ്പിച്ചത്. നിങ്ങൾ കണക്ക് തെറ്റിച്ചിട്ട് വന്നിരിക്കണു, ഒന്നുകൂടി സ്വാമിയോട് പോയി ചോദിച്ചിട്ട് വരൂ ഇല്ലേ? അപ്പം അതുകൊണ്ട് സാക്ഷാൽ യമധർമ്മ ദൂതന്മാർ പോലും കണക്കെടുപ്പിൽ പിഴച്ചതുകൊണ്ട് നമ്മളെ കണക്കാക്കണ്ട. എന്ത്? ഞാനൊരു മോശക്കാരനാണ്. അറിയില്ല ജന്മജന്മാന്തരങ്ങളിൽ എത്ര പുണ്യത്തിന്റെ അക്കൗണ്ട് ഉണ്ട്, എത്ര പാപത്തിന്റെ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ എന്താ തീരുമാനം? കഴിയുന്നതും ഭക്തി വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചു തുടങ്ങുക. തനിയെ വളർന്നു വരുന്ന അതിനെന്താ വേണ്ടത്? ഇതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുക. ബസ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതിനാൽ സമ്പുഷ്ടരായിക്കൊള്ളും, സമ്പന്നരായിക്കൊള്ളും. അക്കൗണ്ടൊക്കെ ഭഗവാൻ നോക്കട്ടെ എന്ന് പറയുക. എനിക്ക് അതും അറിയില്ല എന്നങ്ങോട്ട് തുറന്ന് സമ്മതിച്ചാൽ മതി എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇങ്ങനെ മുക്തി ഉപായവും പറഞ്ഞിരിക്കണം. ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വര തത്പാദമൂലം ശരണം യതക്ഷേമോ നൃണാമിഹ. സർവദേഹങ്ങളിലും വസിക്കുന്ന തത്വം ദേഹി, അത് ഹരിയാകുന്നു. സകല പ്രകൃതിയുടെയും ഈശ്വരനാകുന്നു ഭഗവാൻ. ആ പാദമൂലത്തെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കുക എന്നതാകുന്നു മുക്തിക്കുള്ള വഴി. സവൈ പ്രിയതമശ്ച ആത്മാ യതോ ന ഭയമണ്വപി ഇതി വേദ സവൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുഹു ഹരിഹി. ആരാണോ ഏറ്റവും പ്രിയതമമായ നമ്മുടെ സ്വത്വത്തെ, ആത്മപ്രഭാവത്തെ, അത് ഭയത്തിന് ലെവലേശം അവകാശമില്ല, ആ തത്വത്തെ അറിയണത്, അയാൾ വിദ്വാനാകുന്നു. ആ വിദ്വാൻ ഹരിയാകുന്നു, ഗുരുവാകുന്നു. ഇതാണ് തത്വസാക്ഷാത്കാരത്തിൻ്റെ വഴി എന്ന് പറഞ്ഞ് ഉപാഖ്യാനം അവസാനിപ്പിച്ചു. പിന്നെ വേറൊരു ദൃഷ്ടാന്തവും കൂടി പറയേണ്ട, അതിലേക്ക് നമുക്കിപ്പോൾ പോണ്ട. ഒന്നുകൂടി തിരിച്ചു വന്നിട്ട് കുറച്ചുകൂടി ഈ വിഷയത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ശേഷം ഭാഷണം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. ആരായിരുന്നു പ്രാചീന ബർഹിസ്? പ്രാചീന ബർഹിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു കർമ്മഠൻ എന്നാണ്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു പ്രാചീന ബർഹിസ് ഉണ്ടോ? കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക്. ആരാന്നറിയാമോ? ഏത് നേരവും ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ലേ? കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ, ആത്മീയ ശ്രേയസ്സിന് വേണ്ടി ഒന്നും ചെയ്യാതെ, അങ്ങേയറ്റത്തെ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ്. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? അവർക്ക് സുഖത്തിന്റെ വഴി പോലും അറിയില്ല, കണ്ണ് മൂടിയിരിക്കുകയാണ് കർമ്മ താല്പര്യം കൊണ്ട്, ആസക്തി കൊണ്ട്. മനസ്സിലായില്ലേ? ഇവരെയാണ് ഇംഗ്ലീഷിൽ വർക്കഹോളിക് എന്ന് വിളിക്കുക. പരിചയമില്ലേ അങ്ങനെയുള്ളവരെ? ഓക്കെ. എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു എന്നതിൻ്റെ സൂചന മാത്രം ഇപ്പോൾ ആലോചനയ്ക്ക് വേണ്ടി മുന്നിൽ വയ്ക്കാം, വിസ്തരിക്കില്ല. എന്താ സൂചന എന്നറിയാമോ? ഇവർക്ക് ഏതോ പ്രകാരത്തിലുള്ള ആത്മനിന്ദ വന്നുപോയിരിക്കുന്നു. ഞാൻ കൊള്ളില്ല എന്നൊരു തോന്നൽ വളരെ ചെറുപ്പത്തിൽ വന്നു പോണത് അത്രേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ വിലക്കുകൾ എന്നാണ് പറയുക, ഇൻജങ്ഷൻസ്. ഇങ്ങനെ വിലക്കുകൾ പല പ്രകാരത്തിലൊക്കെ ഉണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം കിടക്കണില്ല. ഇങ്ങനെ വിലക്കുകൾ വന്നു കഴിഞ്ഞാൽ ആരോടും അടുക്കാൻ പാടില്ല
എന്നിങ്ങനെയൊക്കെയുള്ള തോന്നൽ വരും. ഇങ്ങനെ വരുമ്പോൾ ഇവർ ജീവിതത്തിൽ വലിയ ഒളിച്ചോട്ടക്കാരാവും. അങ്ങനെ ഒളിച്ചോടുന്നവരാകുന്നു കർമ്മം കർമ്മം എന്ന് പറഞ്ഞ് മുഴുകുന്നത്. ഇങ്ങനെയുള്ള കർമ്മഠന്മാരെ ഓഫീസുകളിലൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. പക്ഷെ അവർക്ക് സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? എന്ത് ഏൽപ്പിച്ചാൽ ചെയ്യും. ഇവർക്ക് എന്ത് വേണം? ഇവർക്ക് കുടുംബ ബന്ധമൊന്നും പറ്റില്ല, സുഹൃത്ത് ബന്ധം പറ്റില്ല, പിന്നെ എല്ലാവരിൽ നിന്ന് ഓടി ഒളിക്കണം. കാരണം എന്താ? ഞാൻ കൊള്ളില്ല. മനസ്സിലായില്ലേ? ആത്മനിന്ദ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു മനഃശാസ്ത്ര വസ്തുതയാണിത്. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മറുവശത്ത് കാണാനുള്ളതുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതിനെക്കുറിച്ച് സൗകര്യം പോലെ ആലോചിക്കൂ. ചോദിക്കേണ്ട ചോദ്യം എന്താണ്? വ്യക്തിപരമായിട്ട് എനിക്ക് എല്ലാവരോടും വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അന്ധഃകരണത്തിൽ ആ ശാന്തിയും നിർവൃതിയും നിലനിർത്തിക്കൊണ്ട് ഭഗവത് ചിന്തനത്തിന് സാധിക്കുന്നുണ്ടോ? ഇതിന് തടസ്സമുണ്ടെങ്കിൽ എന്നെ തടയുന്ന ഇഞ്ചങ്ഷൻ എന്താണ്, വിലക്ക് എന്താണ്, അത് കണ്ടുപിടിക്കാൻ ഉത്സാഹിക്കണം. കേട്ടില്ലേ? എനിക്ക് എന്തുകൊണ്ട് വല്ലാത്തൊരു ആത്മനിന്ദ തോന്നുന്നു, അത് അന്വേഷിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ആ പാതയിൽ നടത്തേണ്ട അന്വേഷണം. ഇരിക്കട്ടെ, ഭക്തിയുടെ വിഷയത്തിൽ ഇത്തരക്കാർ വന്നാൽ തത്വബോധത്തിന്റെ നിർവൃതിക്ക് പകരം വെറും ഒബ്സഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതും സൂക്ഷിക്കുക തന്നെ വേണം. ചിലർക്ക് കണ്ടിട്ടില്ലേ, ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര തൊഴുതാലും തൊഴുന്ന ഒരു സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിർവൃതിയായിട്ടോ സർവേശ്വരാന്ന് ആലോചിച്ചിട്ടുള്ള വിസ്മൃതിയോ ഒന്നുമല്ല. കേട്ടില്ലേ? പിന്നെയോ അല്ലേ, പിന്നെ പ്രദക്ഷിണം വെച്ചു, അത് തെറ്റിപ്പോയോ എന്ന് പേടിയായി പിന്നെയും പ്രദക്ഷിണം വെച്ചു. മനസ്സിലാവുന്നില്ലേ? ഒബ്സഷൻ. ഭക്തിയുടെ കാര്യത്തിലും ഈ പ്രാചീന ബർഹിസ് കടന്നുകൂടാം. അതുകൊണ്ട് നമുക്കിതിനെ പ്രാചീന ബർഹിസ് വൈറസ് എന്ന് പറയാം. പ്രാചീന ബർഹിസ് വൈറസ്. തത്വജ്ഞാനത്തിന് വേണ്ടി ആചാരാനുഷ്ഠാനങ്ങൾ എന്നത് മറന്ന് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ പ്രാചീന വൈറസ് ബാധിച്ചു എന്ന് പറയണം. ആശയം മനസ്സിലായില്ലേ? അവർക്ക് പുരോഗതിയില്ല. ചക്കിന് കെട്ടിയ കാളയെ പോലെ. കറങ്ങണില്ലേന്ന് ചോദിച്ചാൽ കറങ്ങുന്നുണ്ട്, നടക്കണില്ലേന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ പുരോഗതി ഇല്ല. ക്ലിയർ? പ്രാചീന ബർഹിസ് വൈറസ്. വ്യക്തമായോ? ഒബ്സഷൻ. ചിലർക്ക് ഭക്തിയൊന്നുമില്ലെങ്കിൽ ഇത് വന്നുകൂടെ എങ്ങനെയാണെന്നറിയാമോ? കൈ കഴുകിയിട്ടും വൃത്തിയാവണില്ല, പിന്നെയും പോയി കഴുകി. ഒബ്സഷൻ. റൈറ്റ്? കൂടുതൽ ആലോചിച്ചോളൂ ആ വഴിക്ക്. ഇനിയും ഇവിടെ പ്രാചീന ബർഹിസിന് ശ്രീനാരദർ പറഞ്ഞു കൊടുത്ത കഥയാകട്ടെ പുരഞ്ജനോപാഖ്യാനം അല്ലേ? ശരീരത്തെ പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയണത് ഹാവോ എന്തോ ഒരു അനുഗ്രഹമാണ് എന്നാ. എവിടെ? ഒരുപാടെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുരുഷൈവാവ സുഹൃതം എന്ന് ഉപനിഷത്തിൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വിവേക് ചൂടാമണിയിൽ വരുമ്പം ജന്തൂനാം നരജന്മ ദുർലഭമതഃ പുംസ്ത്വം തതോ വിപ്രത എന്നിങ്ങനെയും പ്രകീർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ജന്മത്തെ പുരഞ്ജനനെ പോലെ ഭോഗരതിയിൽ നശിപ്പിച്ച് കളയരുത് എന്നാണ് ആഖ്യാനം നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. ഓക്കെ, അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യം പ്രസക്തമാവുന്നു. ഹൗ ടു കൺവേർട്ട് ഇറ്റ്? നേരത്തെ സ്വാമി സൂചിപ്പിക്കുകയുണ്ടായി, തത്സംഗ ദോഷഹരണത്തിന് സത്സംഗ ഔഷധം. എന്താ സത്സംഗത്തിന്റെ ഗുണം? ശങ്കരാചാര്യ ഭംഗിയായി പറഞ്ഞു വന്നിട്ടുണ്ട് ലളിതമായ ഭാഷയിൽ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. പടിപടിയായിട്ട് ഉയരാൻ പറ്റും. ഓക്കെ, ആ പ്രകാരത്തെക്കുറിച്ച് ചിട്ടയായിട്ട് പറയാവുന്നതേ ഉള്ളൂ. അതിന് സ്വാമി ഇപ്പം സമയം എടുക്കണില്ല. അങ്ങനെ ചിട്ട മനസ്സിലായില്ലെങ്കിൽ പോലും സത്സംഗത്തിൽ മുഴുകും. കാരണം എന്താണ്? അറിയാതെ നമ്മൾ കൈപിടിച്ച് ഉയർത്തപ്പെടും. ഒബ്സഷനായിട്ട് സത്സംഗത്തിന് ചെന്നിരിക്കരുത്. പല സ്ഥലത്തും പ്രഭാഷണം തുടങ്ങുമ്പോഴേക്ക് ഞങ്ങൾക്ക് എന്തൊക്കെ നോക്കണം എന്നറിയാമോ? അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ടോ നോക്കണം. വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് നല്ലതല്ലേ? അല്ല, ഏത് സമയത്ത് വേണമെങ്കിലും എണ്ണ ഒഴിക്കാൻ ആര് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എണീക്കാനുള്ള സാധ്യതയുണ്ട്. ഒബ്സഷനായിട്ട് വന്നിരിക്കുന്നവർ സത്സംഗത്തിന് ഇരിക്കണമെന്ന് തന്നെയുള്ളൂ, പക്ഷേ കേൾക്കുണ്ടാവില്ല. അവർ എണ്ണ ഒഴിക്കലിൻ്റെ മുൻവിധിയില്ല. മനസ്സിലാവണില്ലേ? അപ്പൊ സത്സംഗത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിതരായാൽ രക്ഷപ്പെട്ടോളൂ. അതുകൊണ്ട് എങ്ങനെയാണ് സത്സംഗം കൊണ്ട് നിസ്സംഗം ഉണ്ടാവുന്നത്, നിസ്സംഗം കൊണ്ട് നിർമോഹത്വം ഉണ്ടാവുന്നത്, അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് ആലോചിക്കാവുന്നതാണ്.
ഇനി സംഘം കൊണ്ടുള്ള ദോഷത്തെക്കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ. ധ്യായത്തോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘസഞ്ജായതേ കാമഃ കാമത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ. ഇതാണ് പുരഞ്ജന ഉപാഖ്യാനം. അധപ്പതനം സോപാന കന്തുകവത്, കോണിപ്പടിയിൽ വീണ പന്തുപോലെ ദിം തരികിട തൂ, വല്ല പൊട്ടക്കിണറ്റിലും. റൈറ്റ്? അധപ്പതനം. അപ്പൊ മറുവശം എന്താണ്? സത്സംഗം. മനസ്സിലായില്ലേ? ഇനി സത്സംഗം കൊണ്ട് സമ്പന്നമായി കഴിഞ്ഞാൽ ഇതേ ശരീരാദി, പുരഞ്ജന്റെ കഥ പറയാൻ ഉപയോഗിച്ച ശരീരാദികളെ കുറിച്ച് പിന്നെ നമ്മൾ പറയുന്ന കഥ എന്താവും അറിയാമോ? ഹഹാ, അത് ഗംഭീരമായിട്ടുള്ള ഒരു കഥ പറയും. എന്താ പറയാ? ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാശരീരം ഗൃഹം ഭോഗാതേ വിഷയോപഭോഗരചനാ നിദ്രാസമാധിസ്ഥിതി സഞ്ചാരഃ പദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. കൺവേർട്ടഡ്, ടോട്ടലി കൺവേർട്ടഡ്. ബന്ധനകാരിയായ ശരീരത്തിൽ ട്രാപ്പിഡ് ആവാതെ മോചനകാരിയായിട്ട് ഉപയോഗിക്കാം. കാരണം എന്താണ്? ഈ ശരീരത്തെ ഒരു പോതം, ഒരു തോണിയായിട്ട് കണ്ടോളണം. എന്തിന്? സംസാരസാഗര സന്തരണത്തിന്. സംസാരസാഗരത്തെ കടക്കാനുള്ള ഒരു തോണി തന്നതാ. അതുകൊണ്ട് നമ്മൾ അവിടെ എവിടെയും ചുറ്റിയടിക്കാൻ പോയാ ടൈം വേസ്റ്റ് ആവും. മറിച്ച് സത്സംഗം കൊണ്ട് സമ്പന്നമാക്കി നിർത്തുകയാണെങ്കിലോ പിന്നീട് പറയണു ആത്മാത്വം. ഹേ ഭഗവാനെ, എന്നിലെ ആത്മാവ് അവിടുന്നാകുന്നു. ഹേ പരമശിവനെ. ഗിരിജാമതി, പുരഞ്ജനിക്ക് പകരം ആരായി? സാക്ഷാൽ പാർവതി ദേവിയായി. ടോട്ടലി ചേഞ്ച്ഡ്. മനസ്സിലായില്ലേ? സഹചരാ പ്രാണാഹ, പ്രാണങ്ങളൊക്കെ ഭഗവാന്റെ ഭൃത്യന്മാരായി. ശരീരം ഗൃഹം, ശരീരം ക്ഷേത്രമായി മാറി. ഭോഗലാലസതയ്ക്കുള്ള ഉപാധിയല്ല, പിന്നെയോ ഭഗവത് അധിവാസമുള്ള ക്ഷേത്രം. കൺവേർഷൻ മനസ്സിലായില്ലേ? പിന്നെയോ ഭക്ഷണം കഴിക്കണമൊക്കെ അവിടുത്തെ നൈവേദ്യ സമർപ്പണം. അതുപോലെ കഴിക്കണം കേട്ടാ, ഭഗവാന്റെ നൈവേദ്യം. പിന്നെയോ സംസാരിക്കണതൊക്കെ ഭഗവാന്റെ കീർത്തനം. വായൽ വരണ പറഞ്ഞ കീർത്തനാവില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ? ഇങ്ങനെ വന്നാൽ സത്സംഗം കൊണ്ട് സമ്പന്നമായാൽ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെയോ നടക്കണതൊക്കെ ഭഗവാന്റെ പ്രദക്ഷിണം. ഇങ്ങനെ ഉറക്കം ഭഗവത് സമാധിയായി മാറി എന്ന് പറയും. എല്ലാം മാറി. വിജ്ഞാന സാരഥിര്യസ്തു മനഃപ്രഗ്രഹവാൻ നരഃ സ്വധ്വനഃ പാരം ആപ്നോതി തദ്വിഷ്ണോഹോ പരമം പദം. സത്സംഗം കൊണ്ട് സമ്പന്നമായ ബുദ്ധിയാകുന്ന സാരഥി, മനസ്സാകുന്ന കടിഞ്ഞാൺ ഭദ്രമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശരീരം വഴിതെറ്റിപ്പോവില്ല, ഭോഗലാലസതയിൽ മുഴങ്ങില്ല. പിന്നെയോ ഭോഗത്തിന് പകരം യോഗത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വസാക്ഷാത്കാരത്തിൻ്റെയും വഴിയിൽ പുരോഗമിക്കും. സഹ അധ്വനഃ പാരം ആപ്നോതി, അവർ വഴിയുടെ പരമകാഷ്ഠയെ, ലക്ഷ്യത്തെ പ്രാപിക്കുന്നു. തത് വിഷ്ണോഹോ പരമം പദം, അത് വിഷ്ണുവിൻ്റെ പരമപദമാകുന്നു. ഇങ്ങനെ പുരഞ്ജനോപാഖ്യാനം ശരീരാദികളിൽ മമതയും അഹന്തയും പുലർത്തി അധപ്പതിക്കുന്നവന്റെ കഥ പറഞ്ഞു തന്നിട്ട് നാരദരിലൂടെ പ്രാചീന ബർഹിസ് ഉദ്ബുദ്ധനാകുന്നത് പോലെ നമ്മൾ ഉദ്ബുദ്ധരാവട്ടെ. നമ്മളോട് എന്താ പറയണത്? ഇതിലുള്ള മമത വെടിഞ്ഞ് ഭഗവത് അർപ്പണമാക്കി സത്സംഗങ്ങളിലൂടെ ഭഗവത് ഭക്തി വളർത്തി വൈരാഗ്യം നേടി തത്വജ്ഞാന പ്രതിഷ്ഠ നേടൂ. അങ്ങനെയാണെങ്കിലോ ഇതേ ശരീരം നമുക്ക് ബന്ധനകാരിയായത് മോക്ഷത്തിന് സഹായകം ആവുന്നു. ഹഹ, കിട്ടിയിട്ടുള്ള ജന്മത്തോട് നമ്മൾ നീതി പുലർത്തി പരമശിവനൊക്കെ പറയും, ഔ എൻ്റെ സൃഷ്ടി വളരെ കേമമായി. ഇപ്പൊ പരമശിവൻ ഈ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രമുണ്ട്. എന്താ അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് അറിയില്ല. ഒരാൾ വ്യാഖ്യാനിച്ചു എന്താണെന്നറിയുമോ? പരമശിവനെ നമ്മളെയൊക്കെ കണ്ടിട്ടേ അത്ഭുതപ്പെട്ടിട്ട് പറയാൻ, എന്ത്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ക്ഷമിക്കണം. എന്താ കാരണം? ഇങ്ങനെ നശിപ്പിച്ച് കളയ. അങ്ങനെ ഭഗവാൻ നമ്മളെക്കുറിച്ച് ലജ്ജിക്കാൻ ഇടവരാതിരിക്കട്ടെ. അതിന് ഭഗവാന്റെ കാരുണ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ വേദിയിൽ ഒരിക്കൽ കൂടി വരുന്നതിനും ഒരു വിഷയം അധികരിച്ച് നിങ്ങളുമായി സംവദിക്കുന്നതിനും
അന്നിലയിൽ മനനം ചെയ്യുന്നതിനും അവസരം കിട്ടിയതിൽ കൃതാർത്ഥതയുണ്ട്. ഇതിൻ്റെ സംഘാടകരെ ഭംഗിയായി സംഘടിപ്പിക്കുന്നതിൽ അഭിനന്ദിക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഗുരുവര്യന് മുമ്പിൽ പ്രണാമം. നിങ്ങളിലെ ഏവരിലെയും ആത്മവൈഭവത്തിന് മുമ്പിലും സാദര പ്രണാമം. ഹരി ഓം.